Watch full episodes on Jio Hotstar. Thank you. അല്ല ഇത് സിംഹത്തിന്റെ അലർച്ചയാണല്ലോ. എന്റെ സാറേ, കുറച്ച് ദിവസമായിട്ട് ആ സിംഹം ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യക്കാരനാ. ആൾക്കാരെ കണ്ട് അറ്റാക്കും ചെയ്യുന്നുണ്ടവൻ, അറിയാവോ? പക്ഷേ സിംഹം എന്തിനാ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന്. ആദ്യമൊന്നും ആ സിംഹം ഇങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ ആരും സിംഹത്തിനെ കണ്ടിങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് പോലീസുകാർക്ക് കമാൻഡോ ട്രെയിനിങ്ങിൽ സിംഹത്തിനെ എങ്ങനെ പിടിക്കേണ്ടെന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. മീനിനെ തിന്നാൻ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവറ്റങ്ങളെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്നേ. സത്യാണോ? സത്യം, ഇത് സത്യം സത്യം സത്യം. ലഡ്ഡു സിംഗ് ഒരിക്കലും നുണ പറയില്ലെന്നേ. സിംഹത്തിന്റെ ഒച്ച കേട്ട് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേക്കണോ? കേട്ടോ? ഓ, നിങ്ങള് വിഷമിക്കേണ്ടതേ, ഇത് ഞാൻ ഉണ്ടാക്കിയ ശബ്ദാണ്. ഞാൻ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് നിങ്ങളിപ്പോ കേട്ട് പേടിച്ചത്. ഒന്നും കൂടി ശബ്ദം ഉണ്ടാക്കി കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മീൻ പിടിക്കുന്ന വല എടുത്തോണ്ട് വരാം. എന്തത്? അതെ, ലയൺ വന്നു കഴിഞ്ഞു. ഞാനിപ്പോ തല ചുറ്റി വീഴാൻ പോവാണ്. ലഡ്ഡു സിംഗ് സാറേ, എണീക്കൂ, ഒന്ന് എണീക്കാൻ. സിംഹം ഓടിപ്പോയെന്നേ. എന്തായാലും സിംഹം പോയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അതിനെ വലയിട്ട് പിടിക്കണോന്ന് വിചാരിച്ചതാ. സാറേ, ഈ വല കൊണ്ടാണ് ഞാൻ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്, അറിയോ? ഇനി സാറ് ഈ വലയെടുത്ത് സിംഹത്തിന്റെ മുകളിലെറിഞ്ഞ് അതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, പ്ലീസ്. ഞാൻ നിന്നോട് പറഞ്ഞത് നീ കാര്യാക്കി എടുത്തൂല്ലേ? വരാൻ പറയാ അതിനോട്. ഞാൻ ഈ വല കൊണ്ട് തന്നെ അതിനെ പിടിച്ചിരിക്കും. അത് ശരി, നിങ്ങളപ്പ സിംഹത്തിനെ വലയിലാക്കി പിടിക്കുമല്ലേ? നിങ്ങള് വലിയൊരു ധീരനാണല്ലോ, കൊള്ളാട്ടോ. പിന്നെ ഞങ്ങളും അവനെ പിടിക്കാനായിട്ട് കുറെ ട്രാപ്പൊക്കെ ഇട്ടവരാ. എങ്ങനെയെങ്കിലും അവൻ ഒരു ദിവസം കുടുങ്ങാണ്ടിരിക്കില്ല. ആ സിംഹം ഞൊണ്ടി ഞൊണ്ടിയാണല്ലോ പോകുന്നത്. അതിന് തീർച്ചയായിട്ടും എന്തോ വിഷമമുണ്ട്. താങ്ക് യു ശിവ. ശരി, പോകാം. താങ്ക് യു. ശിവ, നമുക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണ്ട. എനിക്ക് സിംഹത്തിന്റെ വേട്ടക്കാരനായി മാറണമെന്നില്ല. ലഡ്ഡു സിംഗ് സാറേ, വരൂ, നമുക്ക് പോവാം. നിങ്ങൾ എല്ലാവരും ജീപ്പിൽ തന്നെ ഇരുന്നാ മതി. ഞാൻ സൈക്കിളിൽ പറന്നു പോയി നോക്കാം സിംഹം എവിടെയാന്ന്. ഓക്കെ ശിവ.
അല്ല എന്തു പറ്റി? ഒന്നുമില്ല സാറേ, സിംഹം വലയിൽ കുടുങ്ങിയത് കൊണ്ട് വല തുറന്ന് ഞാൻ അതിനെ പുറത്താക്കി. ഓനോ, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തു? ഞങ്ങൾക്ക് അതിനെ പിടിച്ചിട്ട് വേറൊരു നാഷണൽ പാർക്കിലേക്ക് അയക്കണമായിരുന്നു. അല്ല, അതിന് ഭയങ്കര വിഷമമുണ്ട്. അത് ഞൊണ്ടിയാ നടക്കുന്നത്. ഓഹോ, അവൻ വരുന്ന ജീപ്പിന്റെ പുറത്തൊക്കെ കയറി ചാടി അവന്റെ കാലങ്ങനെ ഒടിയാണ്ടിരിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടാമത് അവരെ പിടിക്കാൻ നോക്കരുത് കേട്ടോ. ഓക്കെ സർ, ഐ എം സോറി. നിങ്ങൾ അതിനെ ഫയർ ചെയ്യണ്ട, അതിനെന്തോ വിഷമമുണ്ട്. നീ ഇങ്ങനെ ഇടയ്ക്ക് കയറി ശല്യം ചെയ്യല്ലേ? നീ മര്യാദ കൊടുത്ത് പോയേ. ആ സിംഹം കാരണം ഒരു ടൂറിസ്റ്റ് പോലും ഇവിടെ വരുന്നില്ല. എത്ര പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ആ സിംഹത്തിന് എന്തോ വിഷമമുണ്ട്. അത് ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് കണ്ടില്ലേ? ശരിക്കും അതിന് കാലിൽ നല്ല വേദനയുണ്ട്. ഇവര് വെറുതെ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതെ ശിവ, നീ പറയുന്നത് വളരെ ശരിയാണ്. ലഡു സിംഗ് സർ, നിങ്ങൾ എന്താ വെറുതെ മിണ്ടാതെ നിൽക്കുന്നത്? ശിവ, എനിക്കിപ്പോ തൽക്കാലം യാതൊരു അഭിപ്രായം ഇല്ല. പ്ലീസ്, നീ എന്നോട് ആ സിംഹത്തിനെ പിടിക്കാൻ പറയല്ലേ. നോ 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 നോ. ശരി, എന്നാൽ ഞാൻ തന്നെ അതിനെ ഓടിപ്പിക്കാം. ഞാൻ ആ സിംഹത്തിനെ കണ്ടു. നിങ്ങൾ നോർത്ത് ഡയറക്ഷനിലേക്ക് വരൂ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കേ ശിവ. ഓ, അത് ശരി, ഇതാണ് അപ്പൊ കാര്യം. എനിക്കിപ്പോ മനസ്സിലായി. അവിടത്തേക്ക് നല്ല വേദനയുണ്ട്. ഞാനത് ശരിയാക്കി തരാം. ലഡു സിംഗ് സാറേ, ആ വലയെടുത്ത് സിംഹത്തിന്റെ മുകളിൽ എറിയൂ. അതിന്റെ കാലിൽ മുള്ളു തറിച്ചിട്ടുണ്ട്. അതെ ശിവ, നീ എന്താ തമാശ കളിക്കാണോ? കമാൻഡോ ട്രെയിനിങ് ഇപ്പൊ എനിക്ക് കുറേശ്ശെ ഓർമ്മ വരുന്നുള്ളൂ. ശിവ പറയുന്ന പോലെ ചെയ്യാം സാറേ, കാരണം അത് വളരെ വിഷമത്തിലാ ഉള്ളത്. നമുക്കത് ചെയ്യാം. സമാധാനിക്കൂ, ശാന്തനാകൂ. ഞാനിപ്പോ തന്നെ ശരിയാക്കാം. സമാധാനിക്ക്. ആ ഭാഗത്തുനിന്ന് അലറുന്ന ശബ്ദം കേട്ടത്. വേഗം അങ്ങോട്ട് വണ്ടി. ശിവ, അതെ 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 അതെ, എനിക്ക് ഈ കാഴ്ച കാണാൻ കഴിയില്ല. നോ 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 നോ. വേണ്ട വേണ്ട. ഇനി പെട്ടെന്ന് തന്നെ സുഖമാവും കേട്ടോ. മര്യാദക്ക് വഴിന്ന് മാറ്. ഞാൻ ഇപ്പൊ അതിന് ഡാട്ട് ഫയർ ചെയ്യാം. ഓ ഓ, ദയവേത് നിങ്ങൾ ഒന്നും ചെയ്യല്ലേ. ഇപ്പൊ ഇതിന് ഒരു കുഴപ്പമില്ല. അങ്ങനൊന്നും ചെയ്യല്ലേ, അതിനെ വിശ്വസിക്കാൻ കൊള്ളൂല. നിങ്ങൾ കുറച്ച് മാറിപ്പോകൂ. ഇതിന് പെട്ടെന്ന് ദേഷ്യം വന്നാലോ. ഞാനെന്താ ആ സിംഹത്തിനെ പിടിക്കട്ടെ? ആ വല കൊണ്ടുവാ, ഞാൻ ഇപ്പൊ തന്നെ അതിനെ പിടിച്ചോളാം. അതിന്റെ കാലിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റി. ഇനി അത് ആരെയും ശല്യം ചെയ്യാൻ പറ്റില്ല. മൃഗങ്ങൾ ഒരിക്കലും അനാവശ്യമായി ആരെയും ശല്യം ചെയ്യാൻ വരില്ല. നമ്മളും അതുങ്ങളെ ദ്രോഹിക്കാനേ പാടില്ല. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എത്രത്തോളം അവകാശമുണ്ടോ അവർക്ക് മാത്രം തന്നെ ഉണ്ട്. ശിവ, നീ ഒരു ധൈര്യമുള്ള കുട്ടിയാണ്.
ഞങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിലുണ്ടായിട്ടും ഇതുവരെ ഒരു മൃഗമായിട്ട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. നീ ഒരു ബഹുമിടുക്കനാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.